ചിലതിനെക്കുറിച്ച് ചെലല ടെർമൈറ്റ്സ് അഥവാ ചിതലിനെക്കുറിച്ച് ചിലതൊക്കെ പറയണമെന്ന് കരുതിയിട്ട് കുറെ നാളായി. തടിയുരുപ്പടികളും കരിയിലെയും മൃഗങ്ങളുടെ വിസർജ്യവും പ്രധാനപ്പെട്ട രേഖകളും മറ്റേ കടലാസുകളും ചിലപ്പോൾ പണവുമെല്ലാം തിന്ന് ദഹിപ്പിക്കുന്ന ഉറുമ്പിനെ പോലെ തോന്നിക്കുന്ന ചിതലുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലേയല്ല. ഇത് കണ്ടില്ലേ, സിമന്റ് തറയിലെയും ഭിത്തിയിലെയും വിടവുകളിലും കട്ടിളപ്പടിയിലും വരെ വലിഞ്ഞു കയറി ടണൽ പോലെ കൂടുകൂട്ടി മുന്നേറുന്ന ചിതൽ തുരപ്പന്മാരെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിതലുകൾ ശല്യക്കാരാണെങ്കിലും പ്രകൃതിയിൽ ഇവർ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. പ്രകൃതിയിൽ കുമിഞ്ഞുകൂടുന്ന ജൈവാവശിഷ്ടങ്ങൾ പൊടിച്ചു മണ്ണാക്കി മാറ്റി സംസ്കരിക്കാൻ സഹായിക്കുന്നവരാണ് ഇവർ. കാണാൻ ഒരൊറ്റ നോട്ടത്തിൽ ഉറുമ്പിനെ പോലെ ഉള്ളത് കാരണം വൈറ്റ് ആൻസ് എന്നൊരു വിളിപ്പേര് ചിതലുകൾക്ക് ഉണ്ട്. ഉറുമ്പുകളെ പോലെ ലോകത്തിലെ എണ്ണത്തിൽ കൂടുതലുള്ള ജീവവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കൂട്ടരാണ് ചിതലുകൾ. ആർത്രോപോഡ എന്ന ഫൈലത്തിലെ ഇൻസെക്റ്റ് എന്ന ക്ലാസിന് കീഴിലുള്ള പാറ്റകൾ അഥവാ കൂറകൾ ഉൾപ്പെടുന്ന ബ്ലറ്റോഡിയ എന്ന ഓർഡറിലെ അംഗങ്ങളാണ് ചിതലുകൾ. പാറ്റകൾ അഥവാ കോക്രോച്ചിന്റെ ബന്ധുക്കളാണ് ടെർമൈറ്റുകൾ, അല്ലാതെ ഉറുമ്പുകളുടെയല്ല. അതുകൊണ്ട് ഇവരെ വുഡ് ഫീഡിംഗ് റോച്ചസ് എന്ന് വിളിക്കുന്നു. പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന സാമൂഹിക ജീവികളാണ് മനുഷ്യർ. ഏതാണ്ട് അതുപോലെ തന്നെ സാമൂഹിക ജീവിതം പ്രകടിപ്പിക്കുന്ന യൂസോഷ്യൽ ജീവികളാണ് ഉറുമ്പുകളും തേനീച്ചകളും ചിലയിനം കടന്നലുകളും ചിതലുകളുമൊക്കെ. ചിതലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുമ്പുകളും കടന്നലുകളും തേനീച്ചകളുമൊക്കെ ഉൾപ്പെടുന്നത് ഹൈമെനോപ്റ്ററ എന്ന ഓർഡറിലാണ് കേട്ടോ. ചിതലുകളോട് ജനിതകപരമായി സാമ്യമുള്ള പ്രധാനമായും മരം തിന്ന് ജീവിക്കുന്ന ക്രിപ്റ്റോസെറിസിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവികളാണ് വുഡ് റോച്ചസ്. പക്ഷേ ഇക്കൂട്ടർ ചിതലുകളെ പോലെ പൂർണ്ണമായും സാമൂഹിക ജീവികളല്ല, മറിച്ച് ചില സന്ദർഭങ്ങളിൽ മാത്രം സാമൂഹിക ജീവിതം പ്രകടിപ്പിക്കുന്ന സബ് സോഷ്യൽ ഇൻസെക്റ്റുകളാണ്. ചിതലുകൾ ഇത്തരത്തിൽ സാമൂഹിക ജീവിതം ആരംഭിച്ചത് ഏകദേശം 150 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജുറാസിക് കാലഘട്ടത്തിൽ അവസാന ഘട്ടത്തിലാണ്. അതായത് ഡൈനോസറുകളെ വരെ പരിചയമുണ്ടായിരുന്നവരാണ് ഈ ചിതൽ സഹോദരങ്ങൾ. ലോകത്തെമ്പാടുമായി ചിതലുകളുടെ 3000-ൽ കൂടുതൽ സ്പീഷീസുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഈ സ്പീഷീസുകൾ എല്ലാം തന്നെ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ ഇക്കൂട്ടരുടെ ഡയറ്റ് അഥവാ ആഹാര രീതികളിലും കൂട് നിർമ്മാണത്തിലുമൊക്കെ വ്യത്യസ്തതകൾ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഒരു ചിതൽ കൂട്ടിൽ അല്ലെങ്കിൽ കോളനിയിൽ പൊതുവെ ഒരു രാജാവ്, ഒരു റാണി, വർക്കേഴ്സ് അഥവാ ജോലിക്കാരായ ചിതലുകൾ, സോൾജിയേഴ്സ് അഥവാ പടയാളി ചിതലുകൾ എന്നിങ്ങനെ 4 തരം ചിതലുകളാണ് ഉണ്ടാവുക. ഇതിൽ റാണിയുടെയും രാജാവിന്റെയും പ്രധാന ജോലി പ്രത്യുൽപാദനമാണ്. ജോലിക്കാരായ ചിതലുകളും പടയാളികളായ ചിതലുകളും പൊതുവെ പ്രത്യുൽപാദനം നടത്താറില്ല. ചിതൽ കുഞ്ഞുങ്ങളുടെയും ഒപ്പം റാണിയുടെയും രാജാവിന്റെയും പരിപാലനം, പുറ്റ അഥവാ കൂടിന്റെ അറ്റകുറ്റപ്പണികൾ, ആഹാര സമ്പാദനം എന്നിവയൊക്കെയാണ് വർക്കേഴ്സിന്റെ ഡ്യൂട്ടി. പടയാളികളുടെ പ്രധാന ജോലി ശത്രുക്കളെ കടിച്ച് കൈകാര്യം ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഉറുമ്പുകളെ പോലെയുള്ള ശത്രുക്കളെ ഇറുക്കി വേദനിപ്പിച്ചു വിടാൻ പാകത്തിലുള്ള, കൊല്ലാൻ പാകത്തിലുള്ള മാൻഡിബിൾ എന്ന് വിളിക്കുന്ന ഒരു വായ്ഭാഗം പടയാളി ചിതലുകൾക്ക് ഉണ്ട്. അതുപയോഗിച്ച് ഉറുമ്പുകളുടെ ആന്റിനെയും കൈയും കാലുമൊക്കെ കണ്ടം തുണ്ടമാക്കി വിടും പടയാളി ചിതലുകൾ. ചില സന്ദർഭങ്ങളിൽ ജോലിക്കാരായ ചിതലുകളും ശത്രുക്കളെ നേരിടാൻ തയ്യാറായി മുന്നോട്ട് വരാറുണ്ട്. ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ ഡിഫൻസിന് പുറമെ പടയാളി ചിതലുകൾ അവരുടെ ഫ്രണ്ടൽ ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന അവയവത്തിൽ നിന്നും ചില അലാം ഫിറമോണുകളും ഒപ്പം ടെർപിനോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചില രാസവസ്തുക്കളും പുറത്തേക്ക് ചുരത്താറുണ്ട്. ഇത് ചിതലുകളെ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഫലപ്രദമായി സംഘടിക്കാനും ഐക്യത്തോടെ മുന്നേറാനും സഹായിക്കുന്നു. ഹൈമെനോപ്റ്ററയിൽ ഉൾപ്പെടുന്ന ഉറുമ്പുകളുടെയും തേനീച്ചകളുടെയും കടന്നലുകളുടെയും കോളനികളിൽ പൊതുവെ നീണ്ട ആയുസ് ഉണ്ടാവുക റാണിക്കായിരിക്കും. പക്ഷേ ചിതലുകളിലെ റാണിയും രാജാവും നെടുനീളൻ ആയുസ്സുള്ളവരാണ്. 20-ൽ കൂടുതൽ വർഷത്തോളം അവർ ജീവിച്ചിരിക്കും. ഒരു ചിതൽ കൂട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആയുസ്സിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ് ഇവരുടെ ആയുസ് എന്നോർക്കണം. റാണിക്കും രാജാവിനും പ്രായമേറുന്നതിന് അനുസരിച്ച് ഫിക്കൻഡിറ്റി അഥവാ പ്രത്യുൽപാദന ശേഷി കൂടും. ഇതുകൂടാതെ റാണിച്ചിതലിന്റെ തലയ്ക്ക് താഴോട്ടുള്ള ഭാഗത്തിന് ക്രമാതീതമായി വലിപ്പം വെക്കും. റാണിച്ചിതലിന്റെ പ്രത്യുൽപാദന അവയവമായ അണ്ഡാശയത്തിന് വലിപ്പം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രതിഭാസം ഫൈസോഗ്യാസ്ട്രി എന്ന് അറിയപ്പെടുന്നു. ഇതുവഴി റാണിച്ചിതലിന് നിറയെ മുട്ടകൾ ഇടാനുള്ള കഴിവ് കിട്ടുന്നു. നിറയെന്ന് പറഞ്ഞാൽ നിറയെ. ചിലയിനം റാണിച്ചിതലുകൾ ഒരു ദിവസം ഏതാണ്ട് 40,000-ഓളം മുട്ടകൾ വരെ ഇടാറുണ്ട്. റാണിയുടെ ഈ മുട്ടയിടൽ ശേഷി ഓരോ ചിതൽ സ്പീഷീസുകളിലും വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ റാണിയുടെ ശരീരത്തിന് വലിപ്പം വെക്കണമെങ്കിൽ റാണിയുടെ ദഹന വ്യവസ്ഥയുടെയും രക്തപര്യന വ്യവസ്ഥയുടെയും ഇവയോട് അനുബന്ധിച്ചുള്ള പേശികളുടെയും ഒക്കെ ക്രമീകരണത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതായി വരും. ഇതിന് വർഷങ്ങളെടുക്കും. മറ്റ് ഷഡ്പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിതലുകളുടെ വളർച്ചാ ഘട്ടത്തിൽ പ്യൂപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്റ്റേജ് ഇല്ല. രാജാവുമായി ഇണചേർന്നതിനു ശേഷം ചിതൽ റാണിയിടുന്ന മുട്ട വിരിഞ്ഞ് നിംഫ് പുറത്തുവരും. അത് വളർന്ന് മുതിർന്നൊരു ചിതലായി മാറുകയാണ് ചെയ്യുക. ഹെമിബെറ്റബോളസ് ഡെവലപ്മെന്റ് എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത്. ഒരു ചിതൽ കൂടാരത്തിലെ ഏറ്റവും സുരക്ഷിതമായ റോയൽ ചേംബർ എന്ന രാജകീയ അറയിലാണ് രാജാവും രാജ്ഞിയും കഴിയുക. അവരെ പരിപാലിക്കാൻ പരിചാരകർ എപ്പോഴും ചുറ്റുമുണ്ടാകും. ചിതൽ കൂട്ടിലേക്ക് കടന്നു കയറുന്ന ശത്രുക്കൾക്ക് ഈ രാജകീയ അറയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് വിയർക്കേണ്ടി വരും. ചിതലുകളുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് അത്രയ്ക്കും സ്ട്രോങ് ആണ്.
ചിതലുകളിൽ തന്നെ മണ്ണിനടിയിൽ കൂടുണ്ടാക്കുന്ന വിഭാഗക്കാരും മരത്തിൽ കൂടുണ്ടാക്കുന്നവരും മണ്ണിന് മുകളിൽ പുറ്റുകൾ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഇതിൽ തടിക്കുള്ളിൽ കൂടുണ്ടാക്കുന്ന ചിതലുകളുടെ കാര്യമെടുത്താൽ അവരുടെ വീടും കൂടും ഭക്ഷണവുമെല്ലാം തൽക്കാലത്തേക്ക് ആ തടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം ചിതലുകളുടെ കോളനി തീരെ ചെറുതായിരിക്കും. ഈ കോളനികളിൽ രാജ്ഞിയെയും രാജാവിനെയും പോലെ തന്നെ വർക്കേഴ്സിനും പ്രാധാന്യമുണ്ട്. അവരും പ്രത്യുൽപാദനം നടത്താറുണ്ട്. ഇത്തരക്കാരിൽ റാണിക്കും രാജാവിനും വർക്കേഴ്സിനും എല്ലാം 4 മുതൽ 5 വർഷത്തോളമായിരിക്കും ആയുസ്. പക്ഷേ മണ്ണിന് വെളിയിലും അടിയിലുമായി കൂട് നിർമ്മിക്കുന്ന തരം ചിതല് കോളനികളിൽ ആഹാരത്തിനായി കൂടിനു വെളിയിൽ അലഞ്ഞു നടന്ന് അത് കണ്ടെത്തി കൊണ്ടുവരുന്നത് വർക്കേഴ്സ് ആയിരിക്കും. ഈ ഫൊറേജിംഗ് അഥവാ ആഹാര സമ്പാദനം അത്യന്താപേക്ഷിതവും ഒപ്പം സ്വല്പം റിസ്ക് ഉള്ള പരിപാടിയും ആണ്. അതിനാൽ ഇത്തരം ചിതലിനങ്ങളിൽ വർക്കേഴ്സ് പൊതുവെ പ്രത്യുൽപാദനം നടത്താറില്ല. ഇത്തരക്കാരിൽ റാണിക്കും രാജാവിനും 20 വർഷമോ അതിലധികമോ ആയുസ്സുണ്ടാകും. ഫിറമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവർ ചിതൽ കോളനിയെ ഏകോപിപ്പിച്ച് നിർത്തും. മാത്രമല്ല ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരിക്കെ മറ്റൊരു റാണിയുടെയും രാജാവിന്റെയും ജനനം തടയാനും ഈ ഫിറമോണുകൾക്ക് ആകും. ഇത്തരം കോളനികളിൽ രാജാവോ രാജ്ഞിയോ ചത്തുപോയി എന്നിരിക്കട്ടെ. അപ്പോൾ പരിചാരകർ ഫിറമോണുകളുടെ അഭാവം മനസ്സിലാക്കുന്നു. ചത്തുപോയ റാണിയുടെയോ രാജാവിന്റെയോ ശവശരീരം ചിതലുകൾ ഉപേക്ഷിക്കാറില്ല. പകരം ആ ശരീരത്തിലെ പോഷകങ്ങൾ നഷ്ടമാകാതിരിക്കാൻ എല്ലാവരും കൂടിച്ചേർന്ന് ആ ശവശരീരം ഭക്ഷിക്കുന്നു. ശേഷം വളർന്നു വരുന്ന ഒരു ചിതല് കുഞ്ഞിനെ റാണി അല്ലെങ്കിൽ രാജാവാക്കി വളർത്തിയെടുക്കുന്നു. അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു വർക്കർ തന്നെ റാണിയായി അല്ലെങ്കിൽ രാജാവായി മാറിയെന്നും വരാം. ചിതൽ കൊട്ടാരത്തിലെ റാണിക്കും രാജാവിനും പരിചാരകർ ചില പ്രത്യേക ഫുഡൊക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളത് കൗതുകകരമായ മറ്റൊരു കാര്യമാണ്. മഴയോടനുബന്ധിച്ച് വെളിച്ചമുള്ള ഇടത്തേക്ക് കൂട്ടം കൂട്ടമായി പറന്ന് അടുക്കുന്ന മഴപ്പാറ്റകൾ അഥവാ ഈയാമ്പാറ്റകളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ ഈയാമ്പാറ്റകൾ ചിലപ്പോൾ ആളുന്ന തീയിലേക്ക് വരെ പറന്നു ചാടിയെന്നിരിക്കാം. ഇവരുടെ ഈ കൂട്ടം കൂടലും പറക്കലും കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളതായിരിക്കും. അത് കഴിഞ്ഞ് ഭൂരിഭാഗം ഈയാമ്പാറ്റകളും ചിറകറ്റ താഴെ വീണ് കിടക്കും. തറയിൽ വീണ് കിടക്കുന്ന ഈയാമ്പാറ്റകളെ ഉറുമ്പുകൾ പെറുക്കിക്കൊണ്ടുപോകും. ചിലയിടങ്ങളിൽ ഈയാമ്പാറ്റകളെ സ്നാക്സ് പോലെ വറുത്ത് കഴിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഈ വിഭവം ഈസൽ ഫ്രൈ എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഈ ചിതലുകൾ ചിറകുവെച്ച് പറന്നുപോയി ക്ഷണനേരം കൊണ്ട് ചത്തുവീഴുന്നതിന്റെ പിന്നിലുള്ള ലോജിക് എന്താണ്? ഈയാമ്പാറ്റകളെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് സ്വാമിംഗ് അലേറ്റ്സ് എന്നാണ്. ഒരു ചിതൽ കോളനിയിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗം ചിതലുകൾക്ക് എല്ലാം ചിറകുകൾ ഉണ്ടായിരിക്കും. ഇവർ ഒരു ചിതൽപുറ്റിൽ നിന്ന് കൂട്ടമായി പറന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് പ്രധാനമായും ഇണചേരാനാണ്. സ്വന്തം കോളനിയിൽ നിന്ന് അല്ലാതെ പുറത്തുപോയി മറ്റൊരു ചിതൽ സംഘത്തിലെ ഇണകളുമായി ചേർന്ന് പ്രത്യുൽപാദനം നടത്തി പുതിയൊരു കോളനി സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമികമായ ലക്ഷ്യം. ഇങ്ങനെയുള്ള ഈ യാത്രക്കിടയിൽ ഇരപിടിയന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇവർ കൂട്ടം കൂട്ടമായി പുറത്തു പോകുന്നത്. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ റിസ്ക് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ചിതലുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? ചിതലുകളുടെ ആശയവിനിമയം പ്രധാനമായും ചില രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഫിറമോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ജീവികളുടെ കാൽപെരുമാറ്റവും അതുമൂലമുണ്ടാകുന്ന വൈബ്രേഷനുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ചിതലുകൾക്ക് കഴിയും. വൈബ്രോ അക്യൂസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചിതലുകൾ പ്രധാനമായും കഴിക്കുന്നത് തടിയും കരിയിലയും മൃഗങ്ങളുടെ വിസർജ്യങ്ങളും കടലാസുമൊക്കെയാണ്. ചിലർ മണ്ണും തിന്നും. ഇതിലൊക്കെ പ്രധാനമായും അടങ്ങിയിട്ടുള്ള ഒരു ഘടകം സെല്ലുലോസ് ആണ്. സെല്ലുലോസിനെ പൂർണ്ണമായി ദഹിപ്പിക്കാൻ ചിതലുകളെ കൊണ്ട് ആവില്ല. ചിതലുകളുടെ വയറ്റിനുള്ളിൽ താമസിക്കുന്ന പ്രൊട്ടിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ചില സൂക്ഷ്മജീവികളാണ് ഈ സെല്ലുലോസിന്റെ ദഹനത്തിനായി സഹായിക്കുന്നത്. ഇതിന് പ്രതിഫലമായി ദഹിപ്പിക്കുന്ന ആഹാരത്തിന്റെ ഒരു ചെറിയ പങ്ക് അവരുമെടുക്കും. ഇത്തരം പ്രൊട്ടിസ്റ്റുകളെ കൂടാതെ ചിതലുകളുടെ ദഹനത്തെ സഹായിക്കുന്ന ചില ബാക്ടീരിയകളും ചിതലിന്റെ വയറ്റിൽ ഉണ്ടാവും. ചിതലുകൾ കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങളിൽ പ്രധാനമായും ഉണ്ടാവുക ലിഗ്നിൻ എന്ന ഘടകമായിരിക്കും. ഇത് ദഹിപ്പിക്കണമെങ്കിലും ചിതലുകൾക്ക് സൂക്ഷ്മജീവികളുടെ സഹായം കൂടിയേ തീരൂ. ഇത്തരം സൂക്ഷ്മജീവികളെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംബയോൺസ് എന്ന് വിളിക്കുന്നു. ചില ചിതലുകളുണ്ടല്ലോ, തങ്ങളുടെ കൂട്ടിൽ ടെർമൈറ്റോമൈസസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചിലയിനം ഫംഗസുകളെ വളർത്താറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. ഇത് ഫംഗൽ ഗാർഡൻസ് എന്ന് അറിയപ്പെടുന്നു. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഈ കൂണിനെ ഭക്ഷണമാക്കും. ചിതൽപുറ്റുകളിൽ നിന്ന് പുറത്തേക്ക് മുളച്ചു നിൽക്കുന്ന ഇത്തരം കൂണുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ടെർമൈറ്റോമൈസസുകളെ കൂടാതെ ചിതൽപുറ്റുകളിൽ അധിവസിക്കുന്ന വേറെയും ഫംഗസുകളുണ്ട്. മനുഷ്യരോളം അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ കൂടുതൽ കൃത്യതയിൽ സൗധങ്ങൾ നിർമ്മിക്കുന്ന ജീവികളാണ് ചിതലുകൾ. കൃത്യമായി കാറ്റും വെളിച്ചവും കയറുന്ന, താപനില നിയന്ത്രിക്കാൻ സാധിക്കുന്ന, പുറത്തെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്ന, ആർദ്രത നിയന്ത്രിക്കാൻ സാധിക്കുന്ന നിർമ്മിതികളാണ് ചിതൽ കൊട്ടാരങ്ങൾ. ഇത്തരം പുറ്റുകളിൽ ചിതലുകൾക്ക് വേണ്ടുന്ന ഓക്സിജൻ കൃത്യമായി എത്തുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൃത്യമായി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഉദാഹരണമായി 2 മില്യൺ ചിതലുകളുള്ള ഒരു ചിതൽ പുറ്റിൽ ഒരു ദിവസം മാത്രം ഏതാണ്ട് 240 ലിറ്റർ ഓക്സിജൻ ആവശ്യമായി വരും.
തങ്ങളുടെ ഉമിനീരുപയോഗിച്ച് മണ്ണും അസംസ്കൃത വസ്തുക്കളും കുഴച്ചാണ് ചിതൽ കൂട് നിർമ്മിക്കുന്നത്. ഈ ചിതൽ കൂട്ടിനുള്ളിൽ ചിതൽ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക സോഫ്റ്റായ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചായിരിക്കും. വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട ചിതലുകൾ നിർമ്മിക്കുന്ന പുറ്റുകൾക്കും കൂടുകൾക്കും വ്യത്യസ്ത ആകൃതി ആയിരിക്കും. 2018 വടക്കു കിഴക്കൻ ബ്രസീലിലെ ഒരു വനത്തിൽ നിന്നും ഏകദേശം 4000 വർഷത്തോളം പഴക്കമുള്ള ഒന്നും രണ്ടുമല്ല 200 മില്യണോളം ചിതൽപുറ്റുകൾ കണ്ടെടുത്തു. അതിൽ പലതിനും പരസ്പരം അണ്ടർഗ്രൗണ്ടിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 2,30,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടനേക്കാൾ വിസ്തൃതി. അതിൽ ചില ചിതൽപുറ്റുകൾക്ക് 2.5 മീറ്ററോളം നീളവും 9 മീറ്ററോളം വ്യാസവും ഉണ്ടായിരുന്നു. സിൻറ്റമിസ് ഡൈറസ് എന്ന ശാസ്ത്രനാമമുള്ള ചിതലിൻ്റെതായിരുന്നു ആ പുറ്റുകൾ. വീഡിയോയുടെ ആവശ്യത്തിനു വേണ്ടി പറമ്പിലുള്ള ചിതൽപുറ്റ് ഞാൻ ചെറുതായി ഒന്ന് ഇളക്കിയിരുന്നു. മണ്ണിനടിയിലുള്ളൊരു ചിതൽക്കൂടായിരുന്നു അത്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ചിതൽപുറ്റിന്റെ തന്നെ ഇളക്കിയെടുത്ത മൺപാളികൾ കൊണ്ട് കൂടിന്റെ തുറന്നു കിടന്നിരുന്ന വായ്ഭാഗം ഞാൻ അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ ഇതാ മഴ വരാൻ പോകുന്നു. ചിതൽപുറ്റിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. 1-2 മണിക്കൂറുകൾ കൊണ്ട് കൂടിന്റെ വെളിയിലേക്ക് തുറന്നു കിടന്നിരുന്ന എല്ലാ ഭാഗങ്ങളും മണ്ണ് കുഴച്ച് ഭംഗിയായി അടച്ചു വെച്ചിരിക്കുന്നു. ചിതലുകളെ പിടിക്കാൻ വന്ന ചോണൻ ഉറുമ്പുകൾ ഇളിഭ്യരായി മടങ്ങുന്ന കാഴ്ചയാണിത്. പണ്ട് വീടുകളുടെ മൺതറയും തിട്ടയും മെഴുകി മോടി പിടിപ്പിക്കാനായി ചിതൽപുറ്റുകളിലെ പശിമയുള്ള മണ്ണ് ഉപയോഗിച്ചിരുന്നു. ചിതലുകളുടെ വിവരണങ്ങളും അനന്തമായൊരു നോവൽ പോലെ നീണ്ടുകിടക്കുന്ന ഒന്നാണ്. അതിന്റെ ഒരു ചെറുഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനൊരു 2ാം ഭാഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക.